ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് മാറിയെന്നാണ് തോന്നുന്നത്. എന്നാലും ചെറിയൊരു മഴക്കാറൊക്കെ വരണുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഒരു തോരൻ വെക്കാൻ വേണ്ടി കുറച്ച് കോവക്ക പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. മഴയാകുമ്പോൾ നമുക്ക് മുകളിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ചേണി പിടിച്ച് കിടക്കണതാണ് മൊത്തം. ഇപ്പോൾ ഈ കോവൽ ഞങ്ങൾ 1 വർഷമായിട്ട് നട്ടതാണ് കേട്ടോ. അത് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അത് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കണമായിരുന്നു. ഇപ്പോൾ 1 മാസമായി കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വള്ളികളൊക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പാകി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോവക്ക ഉണ്ടായി തുടങ്ങി. ഞങ്ങളുടെ കോവക്കയെന്ന് പറഞ്ഞാൽ ഉണ്ട കോവക്കയാണ്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് വിളവ് കിട്ടിയിട്ടോ. ഞങ്ങൾ കടയിൽ കൊടുക്കാനൊക്കെ ചോദിച്ചു. പക്ഷേ എല്ലാവർക്കും ഈ ഉണ്ടക്കോവക്ക ആയത് കാരണം ആർക്കും അങ്ങനെ താല്പര്യമില്ല. കാരണം ആളുകൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഉണ്ടക്കോവക്കയാണ് മൂത്തതാണെന്നും പറഞ്ഞ് വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അയൽക്കാർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കേട്ടോ. അത്രമാത്രം കോവക്ക ഉണ്ടായിരുന്നു. ഈ ഭാഗം മൊത്തം ഞങ്ങൾ അങ്ങോട്ട് പന്തലിപ്പിച്ച് കൊടുത്തേക്കണായിരുന്നേ. പിന്നെ ഒരു ബക്കറ്റ് മുഴുവനും പറിച്ച ദിവസങ്ങൾ വരെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും കൊടുത്ത് തീർത്തു. അല്ലാതെ നമുക്ക് വിൽക്കാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റിയില്ല. കോവക്ക പിന്നെ എന്നും ഞങ്ങൾ കയറി 2 നേരവും നോക്കും കേട്ടോ. പെസ്റ്റിസൈഡ്സ് ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ഇതുപോലെ ഈ മഞ്ഞ ഇലകളും ഈ മൂത്ത ഇലകൾ പിന്നെ കരിഞ്ഞ ലീവ്സൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പുഴുക്കളെയൊക്കെ എപ്പോഴും ഞങ്ങൾ നോക്കും. അതൊക്കെ ചേട്ടനാണ് കേട്ടോ ചെയ്യണത്. 2 നേരവും കയറി നോക്കി, രാവിലെയും വൈകുന്നേരവും നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ആ ചെടികളെ നമ്മൾ എത്രമാത്രം നമ്മൾ നോക്കുന്നോ അത്രമാത്രം നമുക്ക് ഫലം അവർ തരും കേട്ടോ. കോവൽ തന്നെ ഒരു എക്സാമ്പിളാണ്. അത്രമാത്രം ഞങ്ങൾക്ക് കോവക്ക കിട്ടി. പിന്നെ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കുറേ പുഴുക്കളുണ്ടായിരുന്നു. നിറയെ ഇലചുരുട്ടി പുഴുവില്ലേ, നിറയെ ഉണ്ടായിരുന്നു. ഇലയിൽ മൊത്തം കോവക്കയിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നാലും ഒന്നും കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചൊന്നുമില്ല. അതിനൊക്കെ ഇങ്ങനെ കുറച്ച് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നുള്ളി കളയും. പിന്നെ ഇതിപ്പോൾ ഞാൻ ആ തണ്ടൊക്കെ അന്ന് മുറിച്ചില്ലേ, അത് ഒടിച്ച് കുത്തി ആകെ 2 എണ്ണമായിട്ട് പിടിച്ചുള്ളൂ. മഴയായത് കാരണം എല്ലാ തണ്ടും ചീഞ്ഞു പോയി. ഒരെണ്ണം പിടിച്ചത് ഞാനെടുത്ത് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെച്ചേക്കണേണ്. പിന്നെ ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഓരോ തണ്ടും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അതൊക്കെ ചേട്ടനാണ് ചെയ്യണത്. സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ നീണ്ടു പോവേ. അല്ലെങ്കിൽ ഇത് വേറൊരു തണ്ടിലോട്ട് കയറി പിടിച്ച് ആ ഭാഗം പിന്നെ വളർച്ച മുരടിച്ച പോലെ ഇങ്ങനെ ചുരുണ്ടു പോകും. നമ്മൾ എത്രമാത്രം ഇത് പന്തലിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണോ അത്രക്ക് ആ ഓരോ വള്ളികളിലും നിറയെ കോവക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഉണ്ടക്കോവയ്ക്ക ആയത് കാരണം ഒരു 10 എണ്ണം മതി കേട്ടോ. ഒരു നേരത്തേക്കുള്ള കറിക്ക് 10 എണ്ണം മതി. വേനലായിരുന്നു വെച്ചപ്പോൾ 2 നേരവും നനച്ച് കൊടുക്കണം. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ബക്കറ്റിൽ അങ്ങ് വെള്ളം പിടിച്ച് വെച്ച് വയ്ക്കുക തണുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ മുകളിലേക്ക് മുഴുവൻ ഒഴിച്ച് ആ ലീവ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അത് കാരണം വേനലിലും ഞങ്ങളുടെ കോവൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത്രമാത്രം അതിനെ പരിപാലിച്ചത് കാരണമാണ് ഞങ്ങൾക്ക് കുറേ കോവക്കയൊക്കെ കിട്ടി. ഈ തണുപ്പത്ത് ഇപ്പോൾ ഈ മഴയായത് കാരണം നമുക്ക് അധികമൊന്നും വളമൊന്നും കൊടുക്കണ്ട, വെള്ളവും ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കണേ ഉള്ളൂ കേട്ടോ. ഈ 10 കോവക്കയൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി ഇന്നത്തേക്കുള്ള കറിക്ക്. പിന്നെ ഇതിന് വേറെ സംരക്ഷണം എന്ന് പറയാൻ വേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തത് വേപ്പിലയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 8-9 വർഷമായിട്ട് ഈ ബക്കറ്റിൽ തന്നെ ഇങ്ങനെ മുരടിച്ച് ഇങ്ങനെ നിൽക്കണതാണ്. വേപ്പിലക്കെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, എപ്പോഴും കേടൊക്കെ ഉണ്ടാകും. ഇങ്ങനെ നുള്ളിയെടുക്കാൻ പാടില്ല. പിന്നെ നമുക്ക് കൊമ്പടിച്ചെടുക്കാനുള്ള അത്രയും വേപ്പിലയൊന്നും ഇതിനകത്തില്ല. അത് കാരണം ഒരെണ്ണം കറിക്ക് വേണ്ടി ഞാൻ എടുക്കണേണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.